നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസനെ കൊല നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആറ്റിങ്ങൽ സബ് ജയിൽ റിമാൻഡിലായിരുന്ന ജോൺസനെ തിങ്കളാഴ്ചയാണ് 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ നൽകിയത്. ഇയാൾ താമസിച്ചിരുന്ന പെരുമാത്രയിലെ വാടക വീട്ടിലും കൊണ്ടുപോയി. കൊല നടത്തിയ ശേഷം രക്ഷപ്പെടുന്നതിനായി പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത ശേഷം 3500 രൂപയ്ക്ക് വിറ്റിരുന്നു. ആ ഫോണും പോലീസ് കണ്ടെടുത്തു. കൂടാതെ പ്രതി വസ്ത്രം വാങ്ങി കടയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. കടയുടമ ഇയാളെ തിരിച്ചറിഞ്ഞു. കൊല നടത്തുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് പെരുമാത്രയിൽ താമസിക്കുകയും അവിടുത്തെ കടകളിലെത്തി സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെയൊക്കെ പ്രതിയെ എത്തിച്ചപ്പോൾ കടയിലെ ജീവനക്കാർ ഇയാളെ തിരിച്ചറിഞ്ഞു. പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് നാട്ടുകാർ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. ശക്തമായ പോലീസ് കാവലിലായിരുന്നു തെളിവെടുപ്പ്. 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതി ഒളിവിൽ കഴിഞ്ഞ കോട്ടയത്തെ ചിങ്ങവനത്തും താമസിച്ചിരുന്ന കൊല്ലത്തും പ്രതി തങ്ങിയ മറ്റു സ്ഥലങ്ങളിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷവും കോടതിയിൽ ഹാജരാക്കി. 1.5 ആഴ്ചയ്ക്ക് മുൻപാണ് കഠിനംകുളത്ത് പൂജാരിയുടെ ഭാര്യ ആതിരയെ ഇയാൾ കുത്തിക്കൊലപ്പെടുത്തിയത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു കഠിനംകുളത്തെ കൃത്യം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സംഭവ ദിവസം രാവിലെ ടെമ്പോയിൽ വന്നിറങ്ങിയ സ്ഥലവും വീടിന്റെ പുറകുവശത്തെ മതിൽ ചാടിക്കയറിയ സ്ഥലവും ചായ കുടിച്ച ശേഷം കപ്പും കൊലപാതകത്തിനു ശേഷം കത്തി ഉപേക്ഷിച്ച സ്ഥലവും വസ്ത്രമെടുത്ത അലമാരയും സ്കൂട്ടറുമായി രക്ഷപ്പെട്ട വഴിയും കാണിച്ചു കൊടുത്തു. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തന്നോടൊപ്പം ജീവിക്കാൻ ആതിര തയ്യാറാകാത്തതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് ജോൺസൺ തെളിവെടുപ്പിനിടയിൽ പോലീസിനോട് പറഞ്ഞത്. കേസിൽ ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാൽ പ്രതിയെ തിരിച്ചറിയൽ വിധേയമാകും. പ്രതിയെ കണ്ടിട്ടുള്ള ആതിരയുടെ അച്ഛൻ, പെരുമാത്ര വാടക വീടിന്റെ ഉടമ, കൊല്ലാൻ ഉപയോഗിച്ച കത്തിവിറ്റ കടയുടമ തുടങ്ങിയവരെ തിരിച്ചറിയൽ പരേഡ് നടത്തും. ക്ഷേത്ര പൂജാരിയായിരുന്ന രാജുവിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട ആതിര. ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കൊല്ലം സ്വദേശി ജോൺസൺ ആണ് കൊല നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കൃത്യത്തിന് ശേഷം യുവതിയുടെ സ്കൂട്ടറുമായി കടന്ന പ്രതി ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ സ്കൂട്ടർ ഉപേക്ഷിച്ചാണ് രക്ഷപ്പെട്ടത്. വിഷം കഴിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രതിയെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കഠിനംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ജോൺസൺ ഒപ്പം പോകാൻ വിസമ്മതിച്ചതിനാലാണ് കൊന്നതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ജോൺസൺ നീണ്ട നാളുകളായി പദ്ധതിയിട്ട ക്രൂരകൃത്യമാണ് നടപ്പിലാക്കിയത്. പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല പ്രതി ഇതിലേക്ക് നയിച്ചത്. ആതിരയുമായി ഒരുമിച്ച് താമസിക്കാൻ ജോൺസൺ വാടക വീട് എടുത്തിരുന്നുവെന്നാണ് പ്രതി മൊഴി നൽകിയിരുന്നത്. കുട്ടിയെ ഉപേക്ഷിച്ചു വരാൻ തയ്യാറായില്ലെന്ന് ആതിര പറഞ്ഞു. തുടർന്ന് ബലം പ്രയോഗിച്ച് കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിയെന്നും ജോൺസൺ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. ആതിരയുടെ ബന്ധം കുടുംബം അറിഞ്ഞിരുന്നു. ജോൺസൺ തന്നെ ഇക്കാര്യം കുടുംബത്തോട് പറയുകയായിരുന്നു. തുടർന്ന് കുടുംബം ആതിരയെ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കൂടാതെ ഈ ബന്ധം വീട്ടിൽ അറിഞ്ഞ ശേഷം ആതിരയെ തനിക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ജോൺസൺ ആതിരയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലെത്തി. എന്നാൽ ഇവിടെ വെച്ച് ആതിരയുടെ അച്ഛൻ ജോൺസനെ മർദ്ദിച്ചു. കൂടാതെ ആതിര ഇയാളോടൊപ്പം പോയാൽ കുട്ടിയെ കൊന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ഭർത്താവ് രാജീവും ആതിരയെ ഭീഷണിപ്പെടുത്തി. ഇതോടെയാണ് ആതിര ജോൺസനെ ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയത്. ഇതോടെ ആതിരയെ കൊലപ്പെടുത്താൻ പ്രതി പദ്ധതിയിടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.